വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എറ്റണലിലെ എന്ന ഡ്രാമയുടെ 8ാമത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ മന്ത്രിയുടെ കൊട്ടാരത്തിൽ നിന്ന് മടങ്ങിയെത്തിയ രാത്രി ഈഹുവായി രഹസ്യമായി ആ മുഖംമൂടിധാരികളെ കാണുന്നു. സോൾ സപ്രസിംഗ് ഓർബ് കണ്ടെത്തിയെന്ന വിവരം അവരെ അറിയിച്ചിട്ട് അതിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും അവിടെ എങ്ങനെയാണ് എത്തിപ്പെടേണ്ടതെന്നും എഴുതിയ ഒരു പേപ്പർ അവൻ അവരെ കാണിക്കുന്നു. ഇത് നൽകണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് എന്നെ സഹായിക്കാൻ പോകുന്നതെന്ന് പറയണം എന്നവൻ പറയുന്നു. സോൾ സപ്രസിംഗ് ഓർബ് കൈക്കലാക്കി കഴിഞ്ഞാൽ ഞങ്ങളുടെ മാസ്റ്റർ നേരിട്ട് ഇവിടെ എത്തും, അദ്ദേഹം നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും എന്നവർ പറയുന്നു. മാസ്റ്റർ ആരാണെന്ന് ഈഹുവായി ചോദിച്ചെങ്കിലും അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ ആ പേപ്പറും തട്ടിയെടുത്ത് പോകുന്നു. താൻ അടുത്ത ദിവസം താമസിച്ചാണ് ഉണർന്നത്. നീ എന്നെ വിളിച്ചുണർത്താത്തത് എന്താണ് എന്ന് ജിങ്ഷനോട് അവൾ ചോദിക്കുന്നു. വാക്ക് പാലിക്കാത്തവരോട് ഞാൻ മിണ്ടില്ല എന്ന് ജിങ്ഷൻ പറഞ്ഞപ്പോൾ നീ പെട്ടെന്ന് ഇങ്ങനെ പിണങ്ങാൻ എന്തുണ്ടായി എന്ന് ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ ടാനറാണ് ഉണർന്നെഴുന്നേറ്റിരിക്കുന്നതെന്ന് ജിങ്ഷന് മനസ്സിലാകുന്നു. അവൾ വേഗം എഴുന്നേറ്റ് കട്ടിലത്തേക്ക് ചെന്നിട്ട് ടാന് നല്ല സുഖമില്ലെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതാണ് ഞാൻ വിളിക്കാതിരുന്നതെന്ന് ജിങ്ഷൻ കള്ളം പറയുന്നു. നീ പറഞ്ഞപ്പോഴാണ് ഞാനും ശ്രദ്ധിക്കുന്നത്. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. നീ എന്തോ വാക്ക് പാലിക്കാത്ത കാര്യം പറഞ്ഞല്ലോ, അതെന്തിനെക്കുറിച്ചാണെന്ന് ടാനർ ചോദിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല കുമാരി, ഞാനും ടാനും തമ്മിലുള്ള ഒരു നിസ്സാര പ്രോമിസാണത് എന്ന് ജിങ്ഷൻ പറയുന്നു. അതെന്താണെന്ന് ടാനർ വീണ്ടും ചോദിച്ചെങ്കിലും ജിങ്ഷൻ പറയാൻ മടിക്കുന്ന കണ്ട് എനിക്കറിയണമെന്നില്ല. നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ എനിക്കറിയേണ്ട എന്ന് അവൾ പറയുന്നു. അപ്പോഴാണ് പുറത്തു നിന്നൊരു ജോലിക്കാരൻ കുമാരിയെ ഒപ്പം വരുന്ന ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുന്നു എന്ന് വിളിച്ചറിയിക്കുന്നത്. അങ്ങോട്ട് പോയാൽ ഇന്നലെ രാത്രിയിൽ നടന്ന് അറിയാൻ സാധ്യതയുണ്ടെന്ന് ജിങ്ഷന് അറിയാമായിരുന്നതിനാൽ കുമാരിക്ക് സുഖമില്ലെങ്കിൽ പോകേണ്ട കാര്യമില്ല, ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞെങ്കിലും ഇതെന്റെ കടമയല്ലേ, ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് ടാനർ പോകാൻ തയ്യാറെടുക്കുന്നു. ഈഹുവായുടെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ആ മുഖംമൂടിധാരികൾ സോൾ സപ്രസിംഗ് ഓർബ് കണ്ടെത്തുന്നു. വിവരമറിയിക്കാൻ അവർ വേഗം തന്നെ മന്ത്രശക്തി ഉപയോഗിച്ച് അവരുടെ മാസ്റ്ററെ വിളിച്ചു വരുത്തുന്നു. തങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കണമെങ്കിൽ ഈഹുവായുടെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് അവൻ നമ്മുടെ വഴിക്ക് വരുന്നവരെ ഇത് മറ്റാരുടെയും കൈകളിൽ എത്തിപ്പെടാതെ സംരക്ഷിക്കണം എന്നറിയിച്ചിട്ടാണ് മാസ്റ്റർ മടങ്ങിയത്. ടാൻ ഇഷ്ടമുള്ള രീതിയിൽ എരിവുള്ള ഭക്ഷണമൊക്കെ തയ്യാറാക്കി വെച്ച് ഷെങ് കാത്തിരിക്കുകയായിരുന്നു. ഭക്ഷണം നിനക്ക് ഇഷ്ടമുള്ളതുപോലെ സ്പൈസിയാണ് എന്നവൻ പറഞ്ഞപ്പോൾ ജിങ്ഷൻ ഇടയ്ക്ക് കയറി അത് ഒഴിവാക്കാൻ നോക്കിയെങ്കിലും ടാനർ അവളെ തടയുന്നു. പതിവ് ചുറുചുറുക്കിന് പകരം ടാനിന്റെ തണുത്ത മട്ട് കണ്ട് ഇന്ന് എന്ത് പറ്റി ഇത്ര സീരിയസ് ആയിരിക്കുന്നത്, ഇന്നലെ രാത്രിയെക്കുറിച്ച് ഓർത്ത് നാണിച്ചിരിക്കുന്നതാണോ എന്ന് ഷെങ് അവളോട് ചോദിക്കുന്നു. ഇന്നലെ രാത്രി എന്തുണ്ടായെന്ന് ടാനർ ആകാംക്ഷയോടെ ചോദിക്കുന്നു. ജിങ്ഷൻ ആ സംസാരം തുടരാതെ അവളെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ ശ്രമം നടത്തിയെങ്കിലും ജിങ്ഷൻ എന്തോ ഒളിപ്പിക്കാനുള്ള ശ്രമത്തിലാണെന്ന് മനസ്സിലായതിനാൽ ടാനർ അവളോട് പുറത്തു പോയി നിൽക്കാൻ പറയുന്നു. ജിങ്ഷൻ നിവർത്തിയില്ലാതെ എഴുന്നേറ്റ് പോകുന്നു. ഇന്നലെ രാത്രി എന്താണ് ഉണ്ടായതെന്ന് ടാനർ വീണ്ടും അവനോട് രാത്രി അവൻ ടാനിനൊപ്പമായിരുന്നു എന്നറിഞ്ഞപ്പോൾ ടാനർ ആകെ അസ്വസ്ഥയാക്കുന്നു. എനിക്കെന്തോ അസ്വസ്ഥത തോന്നുന്നു, ഞാൻ മുറിയിലേക്ക് പോയിക്കോട്ടെ എന്നവൾ പറഞ്ഞപ്പോൾ ഷെങ് ജിങ്ഷനെ വിളിച്ച് അവളെ കൂട്ടിക്കൊണ്ട് പോകാൻ പറയുന്നു. ഇവൾക്കിത് എന്ത് പറ്റിയെന്ന് ഷെങ് ചിന്തിക്കുന്നുണ്ട്. തിരികെ മുറിയിലെത്തിയ ടാനർ ആകെ ദേഷ്യത്തിലായിരുന്നു. ഇനി ടാൻ വരുമ്പോൾ എനിക്കിനി അവളുമായി ഒരു സൗഹൃദത്തിന് താല്പര്യമില്ല എന്ന് അവളോട് പറഞ്ഞേക്ക്. നീയും അവൾക്ക് കൂട്ടുനിന്നുകൊണ്ട് നിനക്ക് ശിക്ഷയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ടാനർ ജിങ്ഷനെ അടിക്കാനായി ഒരു വടിയും എടുത്തു വന്നെങ്കിലും ജിങ്ഷന്റെ മുഖം കണ്ടപ്പോൾ അവൾ പിന്മാറുന്നു. നിന്നെ അടിക്കുന്നില്ലെന്ന് കരുതി ഞാൻ നിന്നോട് ക്ഷമിച്ചെന്ന് കരുതണ്ടായെന്ന് അവൾ പറയുന്നു. ഇനി ഒരിക്കലും ടാനുമായി ശരീരം എക്സ്ചേഞ്ച് ചെയ്യാതിരിക്കാൻ ഇതുവരെ എങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് എക്സ്ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത് എന്നവൾ ജിങ്ഷനോട് ചോദിക്കുന്നു. ടാനിനെ വരാൻ അനുവദിക്കാതിരിക്കുന്നത് ക്രൂരമല്ലേ എന്ന് ജിങ്ഷൻ ചോദിച്ചെങ്കിലും ടാനറുടെ ദേഷ്യം തണുക്കുന്നില്ല. അബദ്ധത്തിൽ തലയിടിച്ചിട്ടുള്ളപ്പോഴും ആരെങ്കിലും ശിക്ഷിക്കുകയോ വഴക്ക് പറയുകയോ ഒക്കെ ചെയ്തിട്ടുള്ളപ്പോഴും ഒക്കെയാണ് ഇതുവരെ എക്സ്ചേഞ്ച് സംഭവിച്ചിട്ടുള്ളത് എന്ന് ജിങ്ഷൻ അറിയിച്ചപ്പോൾ അച്ഛൻ്റെ കൊട്ടാരത്തിലേക്ക് പോകാതിരുന്നാൽ ശിക്ഷയും വഴക്കുകേക്കലും ഒക്കെ ഒഴിവാക്കാം, പക്ഷെ തലയ്ക്ക് തട്ട് കിട്ടാതിരിക്കാൻ എന്ത് വേണം എന്നവൾ ചിന്തിക്കുന്നു. അതേസമയം മന്ത്രിയുടെ കൊട്ടാരത്തിൽ ഈഹുവയെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടതിനെക്കുറിച്ചും മുറിയിൽ നിന്ന് കണ്ട പ്രകാശം എന്തായിരിക്കും എന്നൊക്കെയുള്ള ചർച്ചയിലായിരുന്നു ഷെങ്ങും ഷുവാനും. യുഹാവോയും അടുത്ത് തന്നെയുണ്ട്. അന്ന് തന്നെ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലാത്ത രണ്ടുപേരുമായി ഈഹുവായി കൂടിക്കാഴ്ച നടത്തിയതും അവർ മന്ത്രിയുടെ കൊട്ടാരത്തിൽ ആരും കാണാതെ കടന്നതും ഞാൻ കണ്ടിരുന്നുവെന്ന് യുഹാവോ ഷെങ്ങിനെ അറിയിക്കുന്നു. വേഷവും രൂപമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ മുമ്പ് കാണാൻ വന്നവരാണ് അവർ എന്ന് ഷെങ്ങിന് മനസ്സിലാക്കുന്നു. ഈഹുവായുമുള്ള കൂടിക്കാഴ്ചയിലെല്ലാം അവർ സോൾ സപ്രസിംഗ് ഓർബ് എന്ന് പറയുന്ന എന്തോ ഒന്നിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നുവെന്ന് യുഹാവോ പറഞ്ഞറിയുന്ന ഷെങ് എനിക്ക് വളരെ വിലപിടിപ്പുള്ള ഒരു ഓർബ് കിട്ടിയിട്ടുണ്ട് എന്ന ന്യൂസ് പറഞ്ഞു പരത്താൻ യുഹാവോയെ ഏൽപ്പിക്കുന്നു. ടാനുമായി ശരീരം എക്സ്ചേഞ്ച് ചെയ്യാതിരിക്കാൻ തലയ്ക്ക് തട്ടിലും മുട്ടിലും സംഭവിക്കാതിരിക്കാൻ ടാനർ ബ്ലാങ്കറ്റ് കൊണ്ട് മൂടി പുതച്ച് ഒരേ ഇരിപ്പാണ്. ചൂടായതുകൊണ്ട് വിയർപ്പിന്റെ മുഷിഞ്ഞ നാറ്റം കാരണം ജിങ്ഷന് അടുത്ത് നിൽക്കാൻ പോലും കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും ടാനറിനെ കൊണ്ട് പുതപ്പ് മാറ്റിക്കാൻ അവൾ കുറെ ശ്രമം നടത്തിയെങ്കിലും ടാനർ ഉറച്ച തീരുമാനത്തിലാണ്. പ്രിൻസ് ഈഹുവായിക്കും കുമാരി നല്ല രീതിയിൽ കാണണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കും. കുമാരി എഴുന്നേറ്റ് ഈ ബ്ലാങ്കറ്റും ഒന്ന് മാറ്റാൻ അവൾ പറഞ്ഞപ്പോൾ ഈഹുവായിയെ ഞാൻ മറന്നു കഴിഞ്ഞു, എൻ്റെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ല എന്ന് ടാനർ പറയുന്നു. അത് പറഞ്ഞു കഴിയുമ്പോൾ ടാനറുടെ സ്ഥാനത്ത് ടാൻ വരുന്നു. എന്തൊരു നാറ്റമാണിത്, ഇതെന്തിൻ്റെ നാറ്റമാണ്, എന്നെയാണോ നാറുന്നത് എന്ന് ചോദിച്ചവൾ പുതപ്പെല്ലാം വലിച്ചെറിഞ്ഞിട്ട് വേഗം ഇതെടുത്ത് കളയാൻ പറയുന്നു. ടാനാണതെന്ന് ജിങ്ഷന് മനസ്സിലാകുന്നു. അവൾ നമ്പരക്കുന്നുണ്ട്. ടാനുമായുള്ള സൗഹൃദം അവസാനിപ്പിക്കുകയാണ് എന്ന് ടാനർ പറഞ്ഞേൽപ്പിച്ചിരുന്നത് ജിങ്ഷൻ അവളെ അറിയിക്കുന്നു. താൻ ദേഹം മുഴുവൻ ചൊറിയുന്നതിനിടയിൽ ടാനർ ഈ ബ്ലാങ്കറ്റ് ചുറ്റി ഇങ്ങനെ ഇരിക്കാൻ എന്താണ് കാരണമെന്ന് അവൾ ചോദിക്കുന്നു. പക്ഷേ ജിങ്ഷൻ സത്യം പറയുന്നില്ല. അവൾ പറയുന്നത് കള്ളമാണെന്ന് മനസ്സിലായതിനാൽ നീ ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ ചോദിക്കുന്നതിന് ശരിയാണോ അല്ലേ അത് തട്ടയാട്ടിയാൽ മതി എന്ന് പറയുന്നു. ഞാനും ഷെങ്ങും ഒരുമിച്ച് കഴിഞ്ഞ വിവരം ടാനർ അറിഞ്ഞുവെന്നും ആ ദേഷ്യത്തിലാണ് അവൾ സൗഹൃദം ഉപേക്ഷിക്കാൻ തുടങ്ങിയെന്നും ടാന് മനസ്സിലാക്കുന്നു. ഞാൻ വരുന്നത് തടയാനാണോ ബ്ലാങ്കറ്റ് ചുറ്റുന്നതെന്ന് ടാൻ ചോദിച്ചപ്പോൾ ജിങ്ഷൻ ആദ്യം നിഷേധിച്ചെങ്കിലും അവസാനം സമ്മതിക്കുന്നു. സത്യം പറഞ്ഞപ്പോൾ ടാന് നല്ല ദേഷ്യം തോന്നുന്നു. എന്നെ കൊല്ലാൻ നോക്കിയത് കൊണ്ട് ഞാൻ ഇത്തവണ ടാനറിനോട് ക്ഷമിക്കില്ല എന്നവൾ പറയുന്നു. ഷെങ്ങിന് ഏതോ വിലപിടിപ്പുള്ള ഓർബ് കിട്ടിയിട്ടുണ്ടെന്ന റൂമർ ആ മുഖംമൂടിധാരികളുടെ ചെവിയിലും എത്തുന്നു.
അത് സത്യമാണെന്നറിയാൻ അവർ വീണ്ടും ഈഹുവായെ കാണുന്നു. റൂമറാണെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞതെന്ന് ഈഹുവായി പറഞ്ഞപ്പോൾ ഓർബ് മന്ത്രിയുടെ കൊട്ടാരത്തിൽ മുമ്പ് സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇല്ല എന്നും അത് നഷ്ടപ്പെട്ടോ ഇല്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും അറിയിച്ചിട്ട് അവർ പോകുന്നു. ടാനർ ഇനിയും താൻ പുറത്തു വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്താലോ എന്ന് ഭയന്ന് ടാൻ 2 ദിവസമായി ഉറങ്ങിയിട്ട് പോലുമില്ല. കണ്ണടച്ച് പോകാതിരിക്കാൻ അവൾ കണ്ണും തുറന്നു പിടിച്ചിരിക്കുന്നത് കണ്ട് കുറച്ച് സമയം ഉറങ്ങിക്കൂടെ എന്ന് ജിങ്ഷൻ ചോദിക്കുന്നു. ഞാൻ ഉറങ്ങിയാൽ ഞങ്ങളെപ്പോൾ സ്വിച്ചാകും, അത് സംഭവിക്കാൻ പാടില്ല എന്ന് ടാൻ പറയുന്ന കൂട്ടത്തിൽ തൂങ്ങി വീഴാൻ തുടങ്ങുന്ന അവളെ ജിങ്ഷൻ താങ്ങി പിടിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഷെങ്ങിന് എന്തോ കൊടുത്തയച്ച കൂട്ടത്തിൽ പ്രിൻസ് ഈഹുവായി കുമാരിക്ക് നൽകാനൊരു കത്ത് തന്നയച്ചിരുന്നു എന്ന് പറഞ്ഞ് ജിങ്ഷൻ ഒരു കത്ത് അവളെ ഏൽപ്പിക്കുന്നു. കുമാരിക്ക് എന്തിനായിരിക്കും അദ്ദേഹം കത്ത് കൊടുത്തയച്ചതെന്നും ജിങ്ഷൻ സംശയിക്കുന്നു. താനത് തുറന്നു നോക്കിയെങ്കിലും മുറക്കം തൂങ്ങുന്നത് കാരണം അത് എഴുതിയിരുന്നൊന്നും അവളുടെ കണ്ണിൽ പിടിക്കുന്നില്ല. ഞാനും ഷെങ്ങും തമ്മിലുള്ള നല്ല ബന്ധം നശിപ്പിക്കാനുള്ള ഉദ്ദേശത്തിലായിരിക്കും അവനത് കൊടുത്തയച്ചത് എന്ന് പിറുപുറത്തുകൊണ്ട് അവൾ കത്ത് ജിങ്ഷനെ ഏൽപ്പിക്കുന്നു. ഷെങ്ങിൻ്റെ കട്ടിലുണ്ടാക്കിയ മരപ്പണിക്കാരൻ്റെ അഡ്രസ്സ് ആയിരുന്നു അതിൽ എഴുതിയിരുന്നത്. ജിങ്ഷൻ അത് വായിച്ചിട്ട് ടാൻ നീ പ്രിൻസ് ഈഹുവായിക്ക് കുമാരിയോടുള്ള ഇഷ്ടം മുതലെടുത്ത് ഞാനറിയാതെ അദ്ദേഹത്തെ കൊണ്ട് മരപ്പണിക്കാരനെ അന്വേഷിക്കാൻ ഏർപ്പാടാക്കിയല്ലേ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം ഇത്ര പെട്ടെന്ന് ആ ജോലി ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ടാനർ പറയുന്നത് എന്തും ചെയ്യാൻ അവൻ തയ്യാറാണെന്ന് തോന്നല്ലോ എന്ന് ടാൻ പറയുന്നുണ്ട്. ടാൻ നീ ശരിക്കും മടങ്ങിപ്പോയാൽ അപ്പോൾ ഷെങ്കുമാറിൻ്റെ കാര്യം എന്താകുമെന്ന് ജിങ്ഷൻ ചോദിക്കുന്നു. നീ എന്താണ് ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കുന്നത്? അതിനെക്കുറിച്ചൊന്നും ഞാനിതുവരെ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ അതൊന്നും ആലോചിക്കേണ്ട, നമുക്ക് മരപ്പണിക്കാരനെ അന്വേഷിച്ച് പോകാം എന്ന് പറഞ്ഞ് അവൾ എഴുന്നേൽക്കുന്നു. ഈ അവസ്ഥയിൽ പോകണമെന്ന് ജിങ്ഷൻ ചോദിച്ചെങ്കിലും ടാൻ ഇത് മൈൻഡ് ചെയ്യാതെ പോകുന്നു. ആ പേപ്പറിൽ പറഞ്ഞ സ്ഥലത്ത് അവർ തിരക്കി പിടിച്ചെത്തുന്നു. അവിടെ ആൾ വരക്കമൊന്നും ഇല്ലാത്തത് കൊണ്ട് ടാനിന് എന്തോ സംശയം തോന്നുന്നുണ്ട്. മാത്രമല്ല ആരോ പിന്തുടരുന്ന പോലെയും അവൾക്ക് തോന്നലുണ്ടാകുന്നു. ജിങ്ഷനോട് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നെ വെറുതെ പേടിപ്പിക്കില്ല എന്ന് അവൾ പറയുന്നു. എന്തായാലും അകത്ത് കയറി നോക്കാമെന്ന് പറഞ്ഞ് ടാൻ വാതിൽ തുറന്ന് അകത്ത് കയറുന്നു. ആരോ പിന്തുടരുന്നുണ്ടെന്ന് ടാനിന് വെറുതെ തോന്നിയതായിരുന്നില്ല. അവർ അകത്ത് കയറിയപ്പോഴേക്കും അവരുടെ തൊട്ടുപുറകെ ഈഹുവായും അവിടെ എത്തിയിരുന്നു. അവനെ കണ്ടതും നീ എന്നെ മനഃപൂർവ്വം ഇവിടേക്ക് വിളിച്ചു വരുത്തിയതാണല്ലേ, എനിക്ക് അപ്പോഴേ സംശയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ടാൻ ദേഷ്യപ്പെടുന്നു. നിന്നോട് തനിച്ചൊന്ന് സംസാരിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ടല്ലേ നീ എന്താണ് മരപ്പണിക്കാരനെ അന്വേഷിക്കുന്നതെന്ന് ഈഹുവായി ചോദിക്കുന്നു. ആ പണിക്കാരനുണ്ടാക്കുന്ന കട്ടിലിൽ കിടന്നാലേ എനിക്ക് ഉറക്കം വരികയുള്ളൂ. വീട്ടിലുണ്ടായിരുന്നത് ഒടിഞ്ഞു പോയി എന്നൊരു കള്ളം ടാൻ പെട്ടെന്നുണ്ടാക്കി പറയുന്നു. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരറിയാതെ അവരെ പിന്തുടർന്ന് വന്ന ഷെങ് ഒളിഞ്ഞു നിന്ന് അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നു. ഷെങ്ങിനെ അതോ ഓർമ്മ കിട്ടിയെന്ന് പറയുന്നത് സത്യമാണോ എന്ന് ഈഹുവായി അവരോട് ചോദിച്ചപ്പോൾ നീ എന്നെ ഇവിടേക്ക് വലിച്ചു വരുന്നത് ഷെങ്ങിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയാണോ എന്ന് ചോദിച്ച് ടാൻ അവനോട് ദേഷ്യപ്പെടുന്നു. ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടിയല്ലേ, അതെന്താ നിനക്കറിയില്ലേ എന്ന് അവൻ ചോദിച്ചപ്പോൾ മുമ്പ് ഞാൻ നിങ്ങളുമായി അഗാധമായ പ്രണയത്തിലായിരുന്നിരിക്കാം, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്യാൻ തയ്യാറുമായിരുന്നു, പക്ഷേ ഇപ്പോഴങ്ങനെയല്ല കാര്യങ്ങൾ, ഞാനിപ്പോൾ ഷെങ്ങിനെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട് എന്ന് ടാൻ പറയുന്നു. ഈഹുവായി അത് വിശ്വാസം വരാതെ അവളെ കടന്നു പിടിച്ചപ്പോൾ അവൾ അവനെ തള്ളി മാറ്റിയിട്ട് സൂക്ഷിച്ച് പെരുമാറണം, ഇനി മുതൽ എന്നെ കാണണമെന്ന് ആവശ്യപ്പെടരുത്, മാത്രമല്ല നിങ്ങളുടെ നല്ലതിനു വേണ്ടി എന്നെ ഉപയോഗിക്കാനും പാടില്ല എന്ന് പറഞ്ഞ് ടാൻ അവിടെ നിന്ന് പോകുന്നു. ഷെങ്ങിന് ഇതെല്ലാം കേട്ട് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. പുറത്തിറങ്ങി നടക്കുമ്പോഴും ടാൻ്റെ ദേഷ്യം അടങ്ങിയിരുന്നില്ല. അവൻ ഇത്തരക്കാരനായിരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നതേ ഇല്ല എന്ന് തന്നെ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ടാണ് അവൾ നടക്കുന്നത്. എന്നാലും ടാനറും കുമാരനും തമ്മിലുള്ള നല്ല ബന്ധം നശിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചത് ശരിയായില്ല എന്ന് ജിങ്ഷൻ കുറ്റപ്പെടുത്തിയപ്പോൾ ഞാൻ ശരിക്കും നിന്റെ കുമാരിയെ സഹായിച്ചതല്ലേ, ഈഹുവായി ശരിക്കും ഒരു ദുഷ്ടനാണ്, സിംഹാസനമല്ലാതെ അവൻ്റെ കണ്ണിൽ വേറൊന്നുമില്ല, നിന്റെ കുമാരിക്ക് അവിടെ ഒരു സ്ഥാനവുമില്ല, സിംഹാസനത്തിന് വേണ്ടി എപ്പോൾ വേണമെങ്കിലും അവൻ നിന്റെ കുമാരിയെ വലിച്ചെറിയും, അത് മനസ്സിലാക്കുന്നതാണ് ടാനർക്ക് നല്ലത് എന്ന് നീ അവളോട് പറഞ്ഞേക്ക്. ഞാൻ എത്രയും പെട്ടെന്ന് ആ മരപ്പണിക്കാരനെ കണ്ടെത്തി അവളുടെ ശരീരം തിരികെ കൊടുക്കാൻ ശ്രമിക്കും. ആ വൃത്തികെട്ടവന് വേണ്ടി ഈ ശരീരം ഉപയോഗിച്ച് അവളുടെ സ്ഥാനത്ത് നിന്ന് ഒരു സഹായവും ചെയ്യാൻ ഞാൻ തയ്യാറില്ല എന്ന് ടാൻ പറയുന്നു. പെട്ടെന്നാണ് ഒരാൾ കുറച്ചു ദൂരം നിന്ന് ടാനിന് നേരെ അമ്പ് ചെയ്യാൻ തുടങ്ങുന്നത് ജിങ്ഷൻ കണ്ടത്. അവൾ വേഗം ടാനിനെ പൊതിഞ്ഞു പിടിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഈഹുവായി അവിടെ എത്തി ടാനിനെ പിടിച്ച് വലിച്ചു മാറ്റുന്നു. ജിങ്ഷൻ തെറിച്ച് താഴേക്കും വീഴുന്നു. ഉടൻ തന്നെ ഷെങ്ങും എവിടെ നിന്ന് ചാടി വീണ് ടാനിനെ ഈഹുവായുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത് ചേർത്ത് നിർത്തുന്നു. അക്രമി ഓടി രക്ഷപ്പെടുന്നുണ്ട്. ടാനിനെ രക്ഷിച്ചതിന് ഷെങ് ഈഹുവായിക്ക് നന്ദി പറയുന്നു. നീ എന്താണ് ഇവിടെ നിന്ന് ഈഹുവായി ചോദിച്ചപ്പോൾ ഞാൻ വെറുതെ ഇതുവഴി പാസ് ചെയ്ത് പോവുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എന്തിനാണ് വന്നതെന്ന് ഷെങ് ചോദിക്കുന്നു. എനിക്ക് ടാനറിനോട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് ഈഹുവായി പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവൾക്കൊപ്പം കൊട്ടാരത്തിലേക്ക് വന്നേനല്ലോ എന്ന് ഷെങ് പറയുന്നു. എനിക്ക് സ്വകാര്യമായ ചില കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നതെന്ന് ഈഹുവായി പറയുന്നുണ്ട്. ഷെങ്ങിനെ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു അവൻ്റെ ലക്ഷ്യമെങ്കിലും മുമ്പ് ടാൻ്റെ മറുപടി കേട്ടതിനാൽ ഷെങ്ങിന് ഒട്ടും ദേഷ്യവും വന്നില്ലെന്ന് മാത്രമല്ല അവൻ്റെ വിജയുടെ ഭാവമായിരുന്നു. ഞങ്ങൾക്കിടയിൽ രഹസ്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ചേട്ടൻ പറയുന്നത് എന്തായാലും ഞാൻ അറിയും. ഇപ്പോൾ ഞങ്ങൾ പോവുകയാണെന്ന് പറഞ്ഞ് ഷെങ് അവളെയും കൂട്ടി പോകുന്നു. അക്രമി ടാനറിനെ കൊല്ലാൻ ശ്രമിച്ചത് ഈഹുവായുടെ ഭാര്യയായ അവളുടെ ചേച്ചിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. അയാൾ പരാജയപ്പെട്ടതറിഞ്ഞ് എന്തായാലും ഇന്ന് എനിക്ക് ഒരാളുടെ മരണം കണ്ടേ മതിയാക്കൂ, അവളെ കൊല്ലാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ് പാനർ അയാളെ വീണ്ടും ടാനിനെ കൊല്ലാനായി അയക്കുന്നു. ടാനിനെ കുളിക്കാനായി ബാത്ടബിലിരുത്തിയിട്ട് ജിങ്ഷൻ ചൂടുവെള്ളം എടുത്തുകൊണ്ട് മടങ്ങി വന്നപ്പോൾ കുളിമുറിയുടെ വാതിൽക്കൽ ഷെങ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ വെള്ളം ജിങ്ഷിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അവളെ പറഞ്ഞയച്ച് അകത്തേക്ക് കയറുന്നു. ജിങ്ഷിന് പണി പാളുപോകുന്ന പേടി കാരണം പോകാനൊട്ടും മനസ്സുണ്ടായിരുന്നില്ല. എങ്കിലും അവൾ മടിച്ച് അവിടെ നിന്ന് പോകുന്നു. ഷെങ് ശബ്ദമുണ്ടാക്കാതെ അകത്തിയെന്ന് ജിങ്ഷിനാണെന്നുള്ള മട്ടിൽ ടാൻ്റെ ദേഹത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. ആൾ മാറിയതൊന്നും അറിയാതെ ഇന്നത്തെ ആക്രമണം കുറച്ച് ഭീകരമായി പോയല്ലേ, എൻ്റെ ജീവിതത്തിൽ എനിക്കിങ്ങനെ നേരിടേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല.
ഞാനാകെ പേടിച്ചുപോയി. പക്ഷേ ഈഹുവായി എന്നെ രക്ഷിക്കാൻ ശ്രമിച്ചിട്ടും നാണം കടേണ്ടി വന്നത് കഷ്ടമായിപ്പോയി. ഒന്നോർത്താൽ അദ്ദേഹത്തിൻ്റെ കാര്യം കഷ്ടമാണല്ലോ എന്ന് അവൾ പറയുന്നു. അവൾ ഈഹുവായെക്കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ ഷെങ്ങിന് ദേഷ്യം വരുന്നുണ്ട്. അവൻ നല്ല ചൂടോടെ വെള്ളം അവളുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നു. ചൂട് കൂടുതലാണ് എന്ന് പറഞ്ഞ് ടാൻ പിടഞ്ഞെങ്കിലും അവൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഞാനാണ് നിന്നെ ഇന്ന് കുളിപ്പിക്കാൻ പോകുന്നതെന്ന് ഷെങ് പറയുന്നത് കേട്ട് അവൾ ഞെട്ടി തിരിഞ്ഞു നോക്കുന്നു. അവനെ കണ്ട് ഉറക്കെ അലറി വിളിച്ചിട്ട് അവനോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. വെറുതെ എന്തിനാണ് ബഹളം വയ്ക്കുന്നത്? നീ എൻ്റെ ഭാര്യയല്ലേ, പിന്നെ ഞാനെന്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞവൻ അവളുടെ താടിയിൽ പിടിച്ച് തിരിച്ചിട്ട് എനിക്ക് നിൻ്റെ കൂടെ കുളിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുന്നു. നീ ഇപ്പോൾ പോയില്ലെങ്കിൽ ഞാൻ എൻ്റെ കുളി മതിയാക്കുമെന്ന് പറഞ്ഞ് ടാൻ ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നിൽക്കുന്നു. പെട്ടെന്നാണ് പുറത്തുനിന്ന് യുഹാവോ ആരാണത് എന്ന് ചോദിക്കുന്ന അവൻ കേട്ടത്. ഷെങ് വേഗം ചാടി എണീറ്റ് മുറിയിലെ വെളിച്ചമെല്ലാം വീശണത്തിട്ട് ഒരു തുണിയെടുത്ത് ടാനിനെ പൊതിഞ്ഞ് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. യുഹാവയെ ഞാൻ പുറത്ത് കാവൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. ജിങ്ഷിൻ നിന്റെ ബെഡ്റൂമിലുമാണ്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവൻ പിന്നെ എൻ്റെ ശത്രുവായിരിക്കുമെന്നവൻ പറയുന്നു. അത് കേട്ടപ്പോൾ ഇവൻ വളരെ കൂളാണല്ലോ എന്ന് ടാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഷെങ് അവളെ കോരിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം അതിരാവിലെ തന്നെ എവിടെയൊക്കെ പോകാനായി ഷെങ് ടാനിനോട് ഒരുങ്ങി വരാൻ പറയുന്നുണ്ട്. രഥത്തിനടുത്തേക്ക് നടക്കുമ്പോൾ ഇന്നലെ 2 തവണയാണ് എനിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. എന്നിട്ട് ക്ഷീണം മാറുന്നതുവരെ ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കാതെ ഷെങ് ഇത്ര രാവിലെ എന്നെയും കൊണ്ട് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ച് ഇഷ്ടക്കേടോടെയാണ് ടാൻ വന്നത്. മറ്റ് 2 കോൺക്യൂമാരും തങ്ങളെ കൂടി കൊണ്ടുപോകുമെന്ന് കുമാരനോട് കെഞ്ചി ചോദിച്ചിട്ടും കുമാരൻ അവരെ കൊണ്ടുവരാൻ തയ്യാറായില്ല. കുമാരിയോട് ഇഷ്ടക്കൂടുതലുള്ളതുകൊണ്ടല്ലേ എന്ന് ജിങ്ഷിൻ പറയുന്നുണ്ട്. എനിക്ക് പകരം അവർ പോയാൽ മതിയായിരുന്നു. ഒരു റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ് എഴുന്നേൽക്കുന്നതിനേക്കാൾ മുമ്പേ ഒരു കുമാരിക്ക് എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണെന്ന് പിറുപിറുത്തുകൊണ്ടാണ് ടാൻ രഥത്തിലേക്ക് കയറിയത്. തൊട്ടുപുറകെ കയ്യിലൊരു പെട്ടിയുമായി ഷെങ്ങും എത്തുന്നു. രഥത്തിന് മുന്നിലായി ജിങ്ഷിനും യുഹാവോയും ഇരിപ്പുറപ്പിച്ച് അവർ പുറപ്പെടുന്നു. കാടിനടുത്തുള്ള ഒരു റെസ്റ്റ് ഹൗസിലേക്കാണ് അവർ പോയത്. ടാൻ ഷെങ്ങിനൊപ്പം അകത്തേക്ക് പോകാതെ പുറത്ത് ജിങ്ഷിനും യുഹാവോയ്ക്കുമൊപ്പം വട്ടം ചുറ്റുകയാണ്. ഞാൻ എന്തെങ്കിലും സഹായിക്കണോ എന്നവൾ ചോദിച്ചപ്പോൾ ഒന്നും വേണ്ട, കുമാരി അകത്തേക്ക് ചെന്ന് കുമാരന് കമ്പനി കൊടുക്കാൻ നോക്ക്. ഇവിടോട്ട് ആദ്യമായിട്ടാണ് കുമാരൻ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരുന്നത് എന്ന് യുഹാവോ പറയുന്നത് കേട്ടു. കുമാരൻ നിന്നെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് തോന്നുന്നത് എന്ന് ജിങ്ഷിൻ പറയുന്നു. ടാൻ അത് കേട്ട് സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോഴാണ് മുന്നിലുള്ള കാട്ടിലെ മരക്കൂട്ടത്തിനിടയിൽ എന്തോ അനങ്ങുന്നത് പോലെ അവൾക്ക് തോന്നിയത്. എന്തോ അപകടം മണക്കുന്നുണ്ട്. നമുക്ക് ഈ പല്ലക്കിൻ്റെ മറവിലേക്ക് നിൽക്കാമെന്ന് പറഞ്ഞവൾ ജിങ്ഷിനെയും കൊണ്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കുന്നു. എന്തെങ്കിലും അപകട സൂചന കിട്ടിയാൽ ഓടി രക്ഷപ്പെടണം. ആ മരക്കൂട്ടങ്ങൾക്കിടയിൽ ആളുകൾ ഒളിക്കുന്നത് പോലെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞവൾ ജിങ്ഷിനെയും കൊണ്ട് നിലത്തേക്ക് ഇരിക്കുന്നു. യുഹാവോയും ഷെങ്ങും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് അവിടേക്ക് അമ്പുകൾ വന്ന് തറയ്ക്കാൻ തുടങ്ങിയത്. ടാൻ സംശയിച്ചതുപോലെ ശത്രുക്കൾ അവരെ വളഞ്ഞിരുന്നു. ഷെങ്ങും യുഹാവോയും ടാനിനെയും ജിങ്ഷിനെയും പിടിച്ചുകൊണ്ട് 2 വഴിക്ക് ഓടുന്നു. ഓട്ടത്തിനിടയിൽ ജിങ്ഷിൻ എവിടെയെന്ന് ടാൻ ഷെങ്ങിനോട് ചോദിക്കുന്നുണ്ട്. അവളെ യുഹാവോ നോക്കിക്കോളും, അവരുടെ ലക്ഷ്യം ഞാനാണ്. അവർ എൻ്റെ പുറകെ വരൂ എന്നവൻ പറയുന്നു. നിന്റെ പുറകെ ആണെങ്കിൽ എന്നെയും കൂടി പിടിച്ചുകൊണ്ട് ഓടിയത് എന്തിനാണ്? തന്നെ ഓടിയാൽ പോരായിരുന്നു എന്നവൾ ചോദിക്കുന്നു. നിനക്ക് ഞാൻ നല്ലൊരു ഷോ കാണിച്ചു തരാം, കുറച്ച് വെയിറ്റ് ചെയ്യുമെന്ന് ഷെങ് പറയുന്നു. ഓട്ടത്തിനിടയിൽ ടാൻ ഇടയ്ക്ക് നിന്നിട്ട് നിനക്ക് ഇത്രയ്ക്ക് ശത്രുക്കളുണ്ടെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറേ ഇൻഷുറൻസ് എടുത്ത് വെച്ചേനെ. നിനക്ക് കുങ്ഫു അറിയാവുന്നതല്ലേ, നിന്റെ ശക്തി ഉപയോഗിച്ച് അവരെ കൊന്നുകൂടെയെന്ന് ടാൻ ചോദിക്കുന്നു. അവർ ഒരുപാട് പേരുണ്ട്, അത്രയും പേരെ എനിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ കഴിയില്ല എന്ന് ഷെങ് പറയുന്നു. അപ്പോഴേക്കും ഒരു അമ്പ് അവരുടെ അടുത്തായി വന്ന് തറയ്ക്കുന്നു. ഷെങ് വീണ്ടും അവളെയും പിടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങുന്നു. അക്രമികൾ പുറകെയും ഓടി അവർ ഒരു കൊക്കച്ചേരിയിലെത്തുന്നു. വഴി തീർന്നതിനാൽ അവർ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. വന്നവരുടെ ഉദ്ദേശം ഷെങ്ങിൻ്റെ കയ്യിലെ പെട്ടിയിലുണ്ടെന്ന് കരുതുന്ന സോൾ സപ്രസിംഗ് ഓർബാണ്. അത് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങൾ ഉപദ്രവിക്കാതെ പോയിക്കോളാമെന്ന് അവർ പറയുന്നു. ഇതിന് ഇത്രമാത്രം എന്ത് പ്രാധാന്യമുള്ളത് എന്ന് ഷെങ് ചോദിച്ചപ്പോൾ അത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് കിട്ടിയ ആജ്ഞ ഞങ്ങൾ അനുസരിക്കുന്നതേ ഉള്ളൂ, അത് മര്യാദയ്ക്ക് തരുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവർ മുന്നോട്ടായിരുന്നു. ഷെങ് അത് അവർക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആരോ ഷെങ്ങിന് നേരെ അമ്പെയ്യുന്നുണ്ട്. അത് കണ്ടതും ടാൻ മറ്റൊന്നും ചിന്തിക്കാതെ ഷെങ്ങിൻ്റെ മുന്നിൽ കയറി നിൽക്കുന്നു. അവളുടെ കഴുത്തിന് പുറകിലൂടെ തൊട്ടില്ലാത്ത മട്ടിലാണ് അത് പാസ് ചെയ്തു പോയത്. ആ തണലിൽ 2 പേരും കൂടി താഴേക്ക് വീഴുന്നുമുണ്ട്. ഈഹുവയുടെ നിർദ്ദേശപ്രകാരം അവൻ്റെ ആളുകളായിരുന്നു അവരെ ആക്രമിച്ചത്. പക്ഷെ അവരെ കൊല്ലരുത് എന്ന് അവൻ അവരോട് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരുന്നു. എന്നാൽ അവർ അറിയാതെ അവരെ പിന്തുടരുന്ന മുഖംമൂടിധാരികളാണ് ഷെങ്ങിന് നേരെ അമ്പ് ചെയ്തത്. ഈഹുവ ഇതറിയുമ്പോൾ നമ്മളെ എതിർക്കാൻ സാധ്യതയുണ്ടെന്ന് കൂട്ടത്തിലെ പെണ്ണ് പറഞ്ഞപ്പോൾ നമ്മൾ മാസ്റ്ററുടെ ഓർഡർ മാത്രം അനുസരിച്ചാൽ മതി എന്ന് അയാൾ പറയുന്നു. താഴേക്ക് വീണ് ടാൻ ഒരു മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്നു. അവളുടെ കയ്യിൽ തൂങ്ങി ഷെങ്ങുമുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് വിട്ടേക്ക്, ഇല്ലെങ്കിൽ നീയും കൂടി താഴെ വീണ് മരിക്കുമെന്ന് ഷെങ് പറയുന്നു. ഞാൻ വിടില്ല, നീ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ ഡിവോഴ്സ് പേപ്പർ തന്നിട്ട് പോയാൽ മതി. ഇത്ര ചെറുപ്പത്തിൽ വിധേയയായിരിക്കാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ പിടിവിടില്ല എന്നവൾ പറയുന്നു. എന്നെ നഷ്ടപ്പെടുമെന്ന പേടി കാരണമാണോ പിടിവിടാത്തത് എന്ന് ഷെങ് ചോദിച്ചെങ്കിലും അവളത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. നിനക്ക് മാത്രമല്ല എനിക്കും നിന്നെ വിടാൻ മനസ്സില്ല, അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് ഷെങ് അവളെയും വലിച്ചുകൊണ്ട് താഴേക്ക് വീഴുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ഫാമിലിയിൽ ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച അഫ്ലയ്ക്കും ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന റിയ മുറിയയ്ക്കും ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.